എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ശ്രുതി വിമലയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പം മീര വെച്ച് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇപ്പം ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മീര പറഞ്ഞു, അപ്പം നന്നായിട്ട് നോക്കിയാൽ മതിയമ്മേ, പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ഭേദമാവെന്ന് പറയാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പം അമ്മയോട് നിൽക്കേണ്ട കാര്യമില്ല, അമ്മ ഒരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളാൻ പറയാണ്. ഇത് കേട്ടൻ മീര പറഞ്ഞു, അതെന്തിനാ ഇപ്പം അമ്മേനെ പറഞ്ഞു വിടുന്നേ, അമ്മ 2 ദിവസത്തോടെ ഇവിടെ നിൽക്കട്ടെ, അതിന് ശേഷം പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാം. അതൊന്നും ശരിയാകത്തില്ല, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറാ, എങ്ങാനും അബദ്ധപ്പെട്ടെങ്ങാനും ശ്രുതി ഇങ്ങോട്ട് വരുവോ, അല്ലെങ്കിൽ രേവതിയുടെ കണ്ണിലെങ്ങാനും ചെന്ന് പെടുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു, നിനക്കറിയാലോ, അല്ലെങ്കിൽ തന്നെ എന്റെ സമയം ഇപ്പൊ ശരിയല്ലെന്നാ തോന്നിയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിമല പറഞ്ഞു, അതെ ഇനിയിപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങ് പോയേക്കാം, ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറയണം. ഈ സമയം ആദ്യ പറഞ്ഞു, അതെ അതെന്നാ ആന്റി അങ്ങനെ പറയണേ, എന്നെ ബീച്ചിലൊക്കെ കൊണ്ടാന്ന ആന്റി അല്ലേ ഇന്നലെ പറഞ്ഞേ, എന്നിട്ട് പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ട മീര പറഞ്ഞു, ദേ അവന് ബീച്ചിലൊക്കെ പോണമെന്ന് ആഗ്രഹമുണ്ട്, നീ എന്താ ശ്രുതി 2 ദിവസം അവിടെ നിൽക്കട്ടെ, 2 ദിവസം നിന്ന് ബീച്ചിലൊക്കെ പോയതിന് ശേഷം അവര് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും രേവതിക്ക് ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, നീ എന്താ മേരി ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി പറയണേ, നിനക്ക് ഞാൻ ഒട്ടും ബോധമില്ലെന്ന് ചോദിക്കാം. ബീച്ചിൽ കൂടെ ഒക്കെ വന്ന് കറങ്ങി നടക്കാൻ പറ്റിയ സമയമാണോ ഇത്, നിനക്കറിയാൻ മേലെ, എങ്ങാനും ആരുടെയും കണ്ണി പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാം, നീ ഒന്നും അറിയത്തില്ലാതെ കുഞ്ഞുപിള്ള കളിക്കില്ലെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ വിമല പറഞ്ഞു, ഇനിയിപ്പം ഞാനായിട്ട് ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഞാൻ ഇവനെ കൂടെ അങ്ങോട്ട് പോയേക്കാന്ന് പറയാം. എൻ്റെ അമ്മേനെ പോകാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞല്ല, അമ്മയ്ക്ക് അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന്, അത് അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞെന്ന് പറയാം. ഈ സമയം മീര പറഞ്ഞു, 2 ദിവസം അവിടെ നിൽക്കട്ടെ, എന്താണെങ്കിലും അവന്റെ ആഗ്രഹമല്ലേ, ആദ്യയുടെ ആഗ്രഹമല്ലേ, നിൽക്കും ഒന്നും മിണ്ടായിരുന്നോളൂ നീ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. പിന്നീട് വിമലയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മ ഇനി അവിടെ ചെന്ന് ജോലിയൊന്നും ചെയ്യാണ്ട് നോക്കണ്ട, അറിയാലോ അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ നല്ല തീരെ വയ്യാത്തൊരവസ്ഥയാ, ഒരു കാര്യം ചെയ്യാം, ജോലിക്കാരെ ആരെയും നിർത്തിക്കോ, പൈസ ഞാൻ കൊടുത്തോളാന്ന് പറയാം. പെട്ടെന്ന് വിമല പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഇപ്പൊ തന്നെ നിനക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഇല്ല, ഇനിയിപ്പൊ ഞാൻ ജോലിക്കാരിയും കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പൈസ എങ്ങനെ കൊടുക്കൂന്ന് ഓർത്താ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്കറിയാന്ന് പറയാം. അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, എനിക്കറിയാം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, എന്നാലേ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുള്ളൂ, പിന്നെ ഇവന്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിവരോട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അമ്മേനെ കൂടെ തന്നെ ഇനി ഇവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് ഇത് വയ്യെങ്കിലേ ഞാൻ ഇവനെ വല്ല ഹോസ്റ്റലും കൊണ്ട് ആയിക്കോളാം, പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയാം. ഇത് കേട്ടതും വിമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. വിമല, നീ എന്ത് വർത്താനാ പറയണേ, ആദ്യനെ കൊണ്ട് ഹോസ്റ്റലിലാക്കാനായിട്ടാ, എനിക്ക് കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് സമ്മതിക്കത്തില്ല, അനാഥ പിള്ളേരെ പോലെ കൊണ്ട് അവിടെ ഇവിടെ ആക്കാനും ഞാൻ സമ്മതിക്കില്ല, ഇത്രയും കാലം ഞാനാ വളർത്തിക്കൊണ്ടുവന്നേ, ഇനി എനിക്ക് വളർത്തിക്കൊണ്ട് വരെ അറിയാം, ഞാൻ മരിച്ചു പോകുന്നോടം വരെ ഞാൻ ഇവനെ നോക്കും, പിന്നത്തെ കാര്യമല്ല ദൈവത്തിന്റെ കയ്യില, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒന്നും പ്രതീക്ഷിച്ചല്ല ഇവനെ നോക്കണേ, എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി ഇവനെ ഹോസ്റ്റലിൽ കൊണ്ടേ വിടാനായിട്ട്, നീ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് ശ്രുതിക്കാൻ കൂടെ ദേഷ്യം വന്നു. അമ്മ കൂടുതലൊന്നും കിടന്ന് പറയണ്ടെന്ന് പറയാം. ഈ സമയം മീര പറഞ്ഞു, നിർത്ത്, ആദ്യം കേട്ടോണ്ട് നിൽക്കുവാന്ന് പറയണം. പിന്നീട് മീര ആദ്യം വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, അതെ അമ്മയ്ക്ക് എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ, ഞാനാണെങ്കിൽ ഒരു ഞാണിമേക്കളിയെ കളിച്ചോണ്ടിരിക്കുന്നത്, എപ്പോഴാ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന അറിയാൻ പറ്റില്ല, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ മനുഷ്യനെ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണോ അവനെ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്താനായിട്ട്, വേറെ നിവൃത്തിയില്ലേ, എന്ത് ചെയ്യും, അമ്മയുടെ കാര്യം ഓർത്തിട്ട് അത് ടെൻഷൻ, അവിടുത്തെ കാര്യം ഓർത്തിട്ടോ അതങ്ങനെ, എപ്പോഴാ എന്താ ഞാൻ പിടിക്കപ്പെടുകയെന്ന് പോലും പറയാൻ പറ്റില്ല, ആ ഒരു സിറ്റുവേഷനിലാന്ന് പറയണം. പിന്നീട് മീര അങ്ങോട്ട് വന്നും പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യുക, ഇവർക്കൊരു ടാക്സി ബുക്ക് ചെയ്യുക, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക, എനിക്ക് തിരക്കുണ്ടെന്ന് പറയാണ്. പിന്നീട് അതിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അതെ പോകുന്നോ കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വെറുതെ മുത്തശ്ശനെ വിഷമിപ്പിക്കില്ല, അറിയാലോ വയ്യാതിരിക്കുന്ന സമയമാണ്, വെറുതെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം ആവട്ടെ അമ്മയ്ക്ക്, പിന്നെ അത് മാത്രമല്ല ഇന്നാളത്തെ പോലെ മുത്തശ്ശി പോലെ ബോധം കെട്ടൊക്കെ വീഴുകയും ചെയ്യുമെന്ന് പറയാം, അതുകൊണ്ട് ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയാം. ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാന്നൊക്കെ ആദ്യം പറയാണ്. പിന്നീട് ശ്രുതി അങ്ങോട്ട് പോവാം. ഈ സമയം മീര തനിക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് ടാക്സി വിളിക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, അതെ ഞാൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ കുറച്ച് ദൂരെയാന്ന് പറയണം. ആണോ, ഷോപ്പിന് എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാം, എനിക്ക് പരിചയത്തുള്ള ഒരാളുണ്ട്, ഞാൻ അവനെ വിളിച്ചിട്ട് വരാൻ പറയാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ഈ സമയം സച്ചിയും മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സച്ചി മഹേഷിനോട് പറഞ്ഞു, നല്ലൊരു കാര്യം ആണല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ദേവുവിന് വേണ്ടിയിട്ട് ശ്രീകാന്തിനെ ആലോചിച്ചേ, പക്ഷെ എന്ത് ചെയ്യാനാ, രേവതിയുടെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ആർക്കും സമ്മതമല്ലെന്ന് പറയാം. ഇത് കേട്ടോ മഹേഷ് സച്ചിയോട് പറഞ്ഞു, എടാ
അതെങ്ങനെ ശരിയാവാനാന്ന് പറ. നിന്റെ വീട്ടിലത്തെ അവസ്ഥ അവർക്ക് നന്നായിട്ടറിയാം. ഇനി അതുകൊണ്ടായിരിക്കും ദേവുവിനെ നിന്റെ വീട്ടിലേക്ക് വിടാനായിട്ട് അവര് വിസമ്മതിക്കുന്നതെന്ന് പറയാം. ഈ സമയം മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആണോ? ആ ശരി ശരി എന്ന് പറയണം. ഒരു ഓട്ടം വന്നിട്ടുണ്ട്, അടുത്താന്ന് പറയാം. ഓ അങ്ങനെയല്ലേ. പക്ഷെ ഈ ഓട്ടം കൊണ്ട് വലിയതായിട്ട് കിട്ടാനൊന്നുമില്ല. എന്ത് ചെയ്യാനാ, സ്കൂൾ ഫീസ് കൊടുക്കണം, അങ്ങനെ നൂറ് നൂറ് പരിപാടികളുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടുന്ന ഓട്ടത്തിന് പോയാലേ പറ്റുള്ളൂ എന്ന് പറയാം. ഈ സമയം സച്ചിയുടെ ഫോണും ബെല്ലടിച്ചു. സച്ചി നോക്കിയപ്പോ സച്ചിക്ക് ഒരു ലോങ് ഓട്ടോ വന്നിരിക്കുന്നത്. സച്ചി പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യാം, നീ ആ ഓട്ടോ ഇങ്ങോട്ട് ആട്ടെ, എന്നിട്ട് ഈ ലോങ് ഓട്ടം പോയിക്കോ. അപ്പൊ നിനക്ക് വേണ്ടേ? അത് കുഴപ്പമില്ലടാ. എടാ നിനക്ക് കുറെ ചിട്ടിയോ ഫിനാൻസോ ഒക്കെ അടയ്ക്കാനുള്ളതല്ലേ സച്ചി, അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്കിപ്പോ അത്ര വലിയ നോക്കാനൊന്നും ഇല്ല. നീ ഒരു കാര്യം ചെയ്യാ, നീ ലോങ് പൊക്കോളാൻ പറയണം. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം എക്സ്ചേഞ്ച് ചെയ്യുക. പിന്നീട് സച്ചി എന്ത് ചെയ്യാണ്, ഓട്ടം വിളിച്ച് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് മറ്റാരുടെ വീടായിരുന്നില്ല, മീരയൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന വീടായിരുന്നു. അങ്ങനെ ടാക്സി താഴെ വന്നറിഞ്ഞു കഴിഞ്ഞപ്പം മീര പെട്ടെന്ന് വിമലോട് പറഞ്ഞു, അതെ ആന്റി, കാർ താഴെ വന്നിട്ടുണ്ട് കേട്ടോ, ബാ ഞാൻ കൊണ്ടുവിടാന്ന് പറയണ. വേണ്ട, മോൾക്കൊരു ജോലി ഉള്ളതല്ലേ, മോള് വരുന്നു, ഞാൻ അവനും കൂടെ പോയിക്കോളാന്ന് പറയാം. അതെ, ചെന്ന് കഴിഞ്ഞ ഉടനെ വിളിക്കണം കേട്ടോ എന്ന് പറയാം. അതൊക്കെ കുഴപ്പമില്ല, ചെന്ന് കഴിഞ്ഞ ഉടനെ വിളിച്ചേക്കാം എന്നും പറഞ്ഞ് അവർ ഇറങ്ങി വരുവാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആദ്യം വന്ന് നോക്കിയപ്പോഴത്തേനും സച്ചി അവിടെ നിൽക്കുന്നുണ്ട്. സച്ചിനെ കണ്ടു ആദ്യം അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താടാ ആദി, നീ എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കുക. ഇതെങ്ങ് നോക്ക്, അതെ അങ്കിള് നിൽക്കുന്നു പറയണം. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരവസ്ഥയായിപ്പോയി വിമലയ്ക്കാണ് കയറി പോകാനും പറ്റില്ല. സച്ചി അവരെ കണ്ടു, പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ആഹാ, അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയതിന് ശേഷം ഇന്നാ പിന്നെ കാണുന്നേ, എന്താണ് നല്ല പരിപാടിയാ കേട്ടോ ആന്റി കാണിച്ചെന്ന് പറയാം. അല്ല അത് പിന്നെ ഞാൻ മോനെ, അല്ല ആന്റി ഇവിടെയാണോ താമസിച്ചെന്ന് ചോദിക്കാം. അതെ, ഇത് മോളുടെ വീടാന്ന് പറയാം. മോളുടെ വീടോ? അപ്പൊ മോള് പുറത്തു പോയെന്ന് പറഞ്ഞിട്ട്? അല്ല, അത് ബന്ധത്തിലുള്ള മോളെ അന്ന് കൂട്ടിക്കൊണ്ട് വന്ന അവളായിരുന്നു ഇങ്ങോട്ട്. എന്നിട്ട് എന്താ ആന്റി ഒരു വാക്ക് പോലും പറയാത്തെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എന്താന്ന് വെച്ചാലേ, അന്ന് അവൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയാ. ഓ അങ്ങനെയല്ലേ. രേവതിക്ക് എനിക്കും വല്ലാത്ത സങ്കടമായി. രേവതി ഇതിനെ കുറിച്ച് പരാതി പറയുകയും ചെയ്തു, നിങ്ങളൊന്നും കണ്ടില്ലെന്ന്. എന്താണെങ്കിലും ഇപ്പൊ സമാധാനമായി, കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് തലകർക്കൊക്കെ? കുഴപ്പമില്ല, ഇന്ന് ആന്റി കയറ്. അല്ല വീട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോണ്ടേ, ബസ് സ്റ്റോപ്പിൽ വിട്ടാ പോരെന്ന് ചോദിക്കും. ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി എന്ന് പറയണം. അങ്ങനെ അവരെ കയറ്റിയിട്ട് സച്ചി ഡ്രൈവ് ചെയ്യണം. ഈ സമയം സച്ചി ആദ്യോട് ചോദിച്ചു, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ലാന്ന് പറയണ. എന്തോ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇവൻ അധികം സംസാരിക്കുന്നില്ലോ എന്ന് പറയാ. ഇപ്പോഴവൻ അങ്ങനെയാ, വളർന്നു വരുമല്ലേ എന്ന് പെട്ടെന്ന് വിമല പറയുകയും ചെയ്തു. അല്ല ആന്റി ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടോ, ഇനി ഹോസ്പിറ്റലിൽ വരാനോ? കുഴപ്പമില്ല, ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുഴപ്പമില്ല, കുറച്ചാൾ കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറയാം. അല്ല ആന്റിക്ക് റിലേറ്റീവ്സ് ആരും ഇല്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടത് വിമല പറഞ്ഞു, അങ്ങനെ അധികം പറയാൻ ആരുമില്ല, പിന്നെ ഈ മോളുണ്ട്. അങ്ങനെ പറയണം. ഓ അങ്ങനെയല്ലേ, എന്നാ ശരി. അങ്ങനെ പോകുന്ന വഴിക്ക് സച്ചി പറഞ്ഞു, അതെ ഈ പോകുന്ന വഴിക്കാ നമ്മുടെ വീട്, രാവിലെ കയറുന്ന കണ്ടു പോവാന്ന് പറയാം. ഇത് കേട്ട ഒരു ഞെട്ടലുണ്ടായി. വിമല വേണ്ട. പെട്ടെന്ന് വിമല പറഞ്ഞു, അത് വേണ്ടാന്ന് പറയണം. അതെന്താ? അല്ല ബസ് പോവാ അതുകൊണ്ടാ. അതൊന്നും കുഴപ്പമില്ലന്നേ. അവൾക്കാണെങ്കിൽ ആന്റിനെ ഒന്ന് കണ്ടില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമ. പെട്ടെന്നൊന്ന് കാണാം, അത് മാത്രമല്ല ഇവനെ കണ്ടു കഴിയുമ്പോഴും ഒരു സന്തോഷമാവുമല്ലോ അവൾക്ക്. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ആദ്യം പറഞ്ഞു, അല്ല ബസ് പോകുന്നല്ലേ പറഞ്ഞു, ഞങ്ങൾ പൊക്കോളാം അങ്കിളേന്ന് പറയണം. ഓഹോ അത്രയ്ക്കാണോ, അന്നാ നീ കണ്ടിട്ട് പോയാൽ മതി എന്ന് സച്ചി പറയാ. ആദ്യം വേറൊന്നും കൊണ്ടല്ല പറഞ്ഞേ, ആദ്യയോട് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും രേവതിനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന്. ആ ഒരു പേടി ആദ്യയുടെ മനസ്സിലുണ്ട്. ഇനി എപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആന്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാകുമല്ലോ. അങ്ങനെ വീടിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് സച്ചി പറഞ്ഞു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം രേവതി അങ്ങോട്ട് വന്നു. രേവതിയോട്, അതെ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയണം. സർപ്രൈസ് എന്താ? ഇങ്ങോട്ട് വാ, നിന്നെ കാണാനായിട്ട് 2 ആൾക്കാരുണ്ടെന്ന് പറയാം. കാറിനകത്തേക്ക് കൊണ്ടുവന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനോ വിമലേനെ ആദ്യം കണ്ടു. ആഹാ ഇങ്ങോട്ടത് കാണട്ടെ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ വിളിച്ചിറക്കുവാണ്. അന്ന് പോയേ പിന്നെ ഇന്നാ കാണുന്നത്, നല്ല പരിപാടിയാ കാണിച്ചേ, എന്നാലും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ എല്ലാവരും ചോദിക്കാം. ഈ സമയം വിമല പറഞ്ഞു, അത് മോളെ പിന്നെ എന്റെ ഫോൺ പോയായിരുന്നല്ലോ, നമ്പരും ഇല്ലായിരുന്നു, അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ലെന്ന് പറയാ. അല്ല എങ്ങോട്ടാ പോയത്? അത് മോളുടെ അടുത്തേക്കാന്ന് പറയണം. അല്ല മോള് പോയെന്നല്ലേ പറഞ്ഞേ? അല്ല ഇതെന്റെ ബന്ധത്തിലൊരു മോളാ, അവളെ കൊണ്ടുപോയെന്ന് പറയണം. അല്ല മോളെ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞേ? അവള് സിംഗപ്പൂർക്ക്. ഇത് കേട്ടും രേവതി ഒന്ന് ആലോചിച്ചു. സിംഗപ്പൂർക്കോ? നേരത്തെ പറഞ്ഞ ഗൾഫിലേക്ക് പോയെന്നല്ലേ? അയ്യോ അതെനിക്ക് മാറിപ്പോയതായിരിക്കും. എന്നാല് ആ സമയത്ത് ചില സമയത്തെ എനിക്ക് ഓർമ്മ അങ്ങോട്ട് ശരിക്കും കിട്ടത്തില്ല, അതാന്ന് പറയാണ്. ആ സമയത്താണ് ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവർ ഓട്ടോയ്ക്ക് അങ്ങോട്ട് വരുമ്പോൾ ആ കാഴ്ച കണ്ടു. കാരണം വീടിന്റെ അവിടെ നിൽക്കുന്ന 2 പേരും, കാരണം വീട്ടിലേക്ക് വരുമായിരുന്നു അവര്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഓട്ടോക്കാരനോട് കുറച്ച് മാറി ഓട്ടോ നിർത്താൻ പറയാണ്.
ഓട്ടോ നിർത്തി. ഇതെന്താടി ഇവിടെ ഇറങ്ങാൻ പറഞ്ഞ്? നീ അങ്ങോട്ട് നോക്കാൻ പറയാണ്. പിന്നീട് ഓട്ടോക്കാരൻ അങ്ങോട്ട് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് സച്ചി നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ അപ്പുറം മറഞ്ഞു നിൽക്കുവാണ്. ആകെപ്പാടെ പെട്ടെന്ന് മനസ്സിലായി ഇനിയിപ്പോ ഇവരെ എങ്ങാനും അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ദൈവം എന്ത് ചെയ്യും? അങ്ങനെ ഓർത്ത് നിൽക്കുവാണ്. ഈ സമയത്ത് രേവതി പറഞ്ഞു ഇവിടം വരെ വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാന്ന് പറയണം. വേണ്ട മോളെ, ചായ ഒന്നും വേണ്ട, ബസ്സിന് സമയം, ഞങ്ങൾ പോവാന്ന് പറയാണ്. സച്ചി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടം വരെ വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് പോയാൽ മതി എന്ന് പറയാം. അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. കാരണം വിമല നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശ്രുതി നിൽക്കുന്നുണ്ട്. ശ്രുതി കണ്ണും കൊണ്ട് കാണിക്കുക പെട്ടെന്ന് വീട്ടിൽ പോകാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥ. പക്ഷെ രേവതി സച്ചി ആ കാഴ്ച കണ്ടില്ല. ആദ്യം കണ്ടു ശ്രുതി വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സൈഡിലായിരുന്നു നിന്നേ. പെട്ടെന്ന് ആദ്യക്കും വല്ലാത്ത ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പം എങ്ങാനും ആന്റി തന്നെ ചീത്ത പറയോ, അങ്ങനെ ഒരു ചിന്ത ആ കുഞ്ഞു മനസ്സിലുണ്ടാവുകയാണ്. ഈ സമയം രേവതി ബാ കയറുക, എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന വരാൻ പറയുവാണ്. അങ്ങനെ പറഞ്ഞോണ്ട് രേവതി അകത്തേക്ക് കയറുക. ഈ സമയത്ത് അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുക, കയറിപ്പോയില്ല. രേവതി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അല്ല മോളെ, അതെന്താന്ന് വെച്ചാലേ ബസ് പോവുക, അതുകൊണ്ടാന്ന് പറയാണ്. ആദ്യം നോക്കിയപ്പോ ആദ്യനെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് ശ്രുതി. ആദ്യക്ക് മനസ്സിലായി ആന്റി ചീത്ത പറയുന്നുള്ള കാര്യം. ഈ സമയത്ത് വിമല നിന്ന് ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആദ്യയോട് രേവതി ഒരു കാര്യം ചെയ്യാം, അതെ ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ, എന്തായാലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നീ എന്റെ നമ്പർ ബൈഹാർട്ട് പഠിക്കണം കേട്ടോ, എന്തായാലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആന്റിനെ വിളിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ടാ ആദ്യം തല കുലുക്കുവാണ്. പെട്ടെന്ന് രേവതി എന്നാലും ഇവിടെ വരെ വന്നിട്ടുള്ള ചായ പോലും കുടിക്കാതെ പോകുന്ന മോശമാന്ന് പറയാണ്. കുഴപ്പമൊന്നുമില്ല, അത് പിന്നീടാവട്ടെ എന്ന് പറയാണ്. അങ്ങനെ പോവാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ഈ സമയത്താണ് രേവതി ആ കാഴ്ച കാണുന്നത്. പെട്ടെന്ന് വിമല ആദ്യം ഞെട്ടിപ്പോണ്. കാരണം അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ രേവതി ആന്റി എങ്ങാനും ആന്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്നുള്ളത് ആ കുഞ്ഞു മനസ്സ് വേദനിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.